രാധയും കൃഷ്ണനും പ്രണയം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രണ്ട് ഇതിഹാസ കഥാപാത്രങ്ങളാണ് രാധയും കൃഷ്ണനും. രാധാദേവിയെക്കുറിച്ച് പറയണമെങ്കിൽ പോലും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുവാദം വേണമെന്നാണ് കേട്ടോ. രാധാദേവിക്ക് കണ്ണൻ്റെ പത്നീപദം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിഹാസങ്ങൾ രാധാദേവിക്ക് നൽകുന്ന സ്ഥാനം വളരെ വലുതാണ്. കണ്ണൻ്റെ ബാല്യകാല സഖിയായിരുന്നു രാധാദേവി. കണ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാല്യകാല സഖിമാര് തന്നെയാണ് രാധാദേവി തന്നെയാണ്. കാരണം രാധാദേവിയുടെ കണ്ണനോടുള്ള പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ തീവ്രമായ പ്രണയമാണ് കേട്ടോ. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തൊരു പ്രണയമാണ് കണ്ണന് രാധാദേവിയോടും രാധാദേവിക്ക് കണ്ണനോടുമുള്ളത്. കാരണം ഞാൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ രാധാകൃഷ്ണ ടെമ്പിൾ, ബട്ട് അവിടെ കൃഷ്ണന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ടെമ്പിളില്ല. അവിടെ എല്ലാ ക്ഷേത്രം രാധാകൃഷ്ണ ടെമ്പിൾ, രാധയും കൃഷ്ണനുമാണ്. കൃഷ്ണൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഷ്ഠ എന്തായിരിക്കും? രാധയും കൃഷ്ണനുമായിരിക്കും. നോർത്ത് ഇന്ത്യയിൽ കൂടുതലും കാണുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഈ അടുത്ത സമയത്ത് റിസർച്ച് ആവശ്യവുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് കുറച്ച് ബുക്കിനായിട്ട് ട്രിവാൻഡ്രം പോവുകയുണ്ടായി. ആ സമയത്ത് രാധയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ ആവശ്യമായ കുറച്ച് ബുക്കുകൾ അവിടെ നിന്ന് വാങ്ങിച്ചു, അത് കുറച്ച് റെഫർ ചെയ്തു. അപ്പോൾ നമ്മൾ ശാശ്വത പ്രണയത്തിൻ്റെ പ്രതീകമായിരുന്നു രാധയും കൃഷ്ണനും. രാധയുടെ കണ്ണനോടുള്ള പ്രണയമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ വലിയ പ്രണയമാണ്. അതിനെക്കുറിച്ചൊന്നും വാഴ്ത്തിപ്പാടാൻ കവികൾക്ക് പോലും പല സമയത്തും കഴിയാതെ പോയിട്ടുണ്ട്. കാരണം കവികളുടെ വാക്കുകൾ, കവികളുടെ കവിഭാവനയ്ക്കും അതീതമായിരുന്നു രാധാദേവിക്ക് കണ്ണനോടുള്ള പ്രണയം കേട്ടോ. ശ്രീ പാർവതീദേവി മഹാദേവനോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അങ്ങ് ആരെയാണ് മനസ്സിൽ ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്, ഞാൻ ധ്യാനിക്കുന്നത് സാക്ഷാൽ ഗോലോകത്തുള്ള കണ്ണനെയും രാധയുമാണെന്ന് മഹാദേവൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്. രാധാദേവിക്ക് നമ്മുടെ ഇതിഹാസങ്ങളിലുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കേട്ടോ. വൃന്ദാവനത്തിൽ നിന്നും കണ്ണൻ മധുരയിലേക്ക് പോകുന്നതോടുകൂടി രാധാദേവിയും കണ്ണനും തമ്മിൽ വേർപിരിയുകയാണ്. പിന്നീട് അവർ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന ഇതിഹാസങ്ങളിൽ പോലും അങ്ങനെ എടുത്തു പറയുന്നില്ല. ഞാൻ റിസർച്ച് ആവശ്യത്തിനായിട്ട് കുറച്ച് ബുക്കുകൾ മേടിച്ച് റെഫർ ചെയ്തപ്പം അങ്ങനെ രാധയും വൃന്ദാവനത്തിൽ നിന്ന് കണ്ണൻ പോയതിന് ശേഷം അങ്ങനെ രാധാദേവിയും കണ്ണനുമായിട്ട് അങ്ങനെ കണ്ടുമുട്ടിയതായിട്ട് എങ്ങും അധികമൊന്നും പരാമർശിച്ച് കാണുന്നില്ല. പക്ഷെ രാധാദേവിക്ക് ഭാഗവതമായാലും അല്ലെങ്കിൽ മഹാഭാരതമായാലും ഒക്കെ കൊടുക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. കണ്ണൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നൊരു മുഖം അത് രാധാദേവിയുടെ മുഖമാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. രാധാകൃഷ്ണ ടെമ്പിൾ കേട്ടോ. ഇന്ദിരാപുരി സി സെക്ടറിൽ ഒരു ടെമ്പിളുണ്ട്, രാധാകൃഷ്ണ ടെമ്പിൾ. അതുപോലെ ബാംഗ്ലൂരിൽ വിജയനഗറിൽ 1-2 ടെമ്പിളുണ്ട്. ഒരുപാട് ടെമ്പിളുണ്ട്. രാധാകൃഷ്ണ ടെമ്പിൾ. അവിടെ രാധയും കൃഷ്ണനെയുമാണ് അവർ പൂജിക്കുന്നത്. സ്നേഹവും പ്രണയവും രണ്ടാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ ആരോടും തോന്നുന്നൊരു കാര്യമാണ് സ്നേഹം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആരോടെങ്കിലും എല്ലാവരും സ്നേഹമില്ലേ? കോമണായ ഒരു സ്നേഹം നമുക്ക് എല്ലാവരോടും ഇല്ലേ? ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അയൽക്കാരനാണ്, അല്ലെങ്കിൽ സ്ഥലവാസിയാണ്, അല്ലെങ്കിൽ നാട്ടുകാരനാണ്, എന്നൊക്കെ ഒരു സ്നേഹം നമുക്ക് എല്ലാവരോടും, അല്ലെങ്കിൽ മനുഷ്യനാണ് എന്നൊരു പരിഗണനയെങ്കിൽ നമുക്ക് എല്ലാവരോടും ഉണ്ടാവും. പക്ഷെ പ്രണയമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് നമ്മൾ മനസ്സിലാക്കണം, പ്രണയമെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ യഥാർത്ഥ പ്രണയം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അതങ്ങനെയാണ് കേട്ടോ. പ്രണയവും സ്നേഹവും രണ്ടാണ് കേട്ടോ. പ്രണയത്തിൻ്റെ നിത്യപ്രണയത്തിൻ്റെ പ്രതീകമായിരുന്നു ആര്? രാധാകൃഷ്ണന്മാർ, രാധാദേവിയും ശ്രീകൃഷ്ണ പരമാത്മാവും.